അടുത്തടുത്ത വീട്ടിലെ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അമിതമായി സൗഹൃദം ഉണ്ടായി കഴിയുമ്പോഴേക്കും പലതും സംഭവിക്കാം. പക്ഷേ സാധാരണ കേൾക്കാനിടയില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു സംഭവത്തിൽ പറയുന്നത്. മാഡം, എൻ്റെ പേര് ജിജി. യഥാർത്ഥ പേരല്ല. എനിക്ക് 32 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ അക്കൗണ്ടൻ്റാണ്. നേരത്തെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് കുറച്ച് അസുഖമായി കിടക്കുകയായിരുന്നു. 2 വർഷത്തിന് മുമ്പ് അമ്മായിയമ്മ മരിച്ചുപോയി. അതോടുകൂടി ഹസ്ബൻഡ് ട്രാൻസ്ഫറിന് ശ്രമിച്ചു തുടങ്ങി. അമ്മയെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഹസ്ബൻഡിന്. അപ്പോൾ ആ വീട്ടിൽ നിൽക്കാൻ മടിയാണ്, നമുക്ക് വേറെ ഏതെങ്കിലും ജില്ലയിൽ നഗരഭാഗത്ത് പോയി താമസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ട്രാൻസ്ഫർ കിട്ടുന്നതനുസരിച്ചിട്ട് വരാമെന്ന്. അങ്ങനെയാണ് ഒരു ടൗണിൽ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ആയത്. എനിക്കും ഒരു റിലാക്സേഷനായിരുന്നു. അമ്മായിയമ്മയെ ഞാനും നല്ല കമ്പനിയായിരുന്നു. ആ വീട് ഞങ്ങൾക്ക് ഒട്ടും രാശിയുള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഹസ്ബൻഡിനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ നഗരത്തിലേക്ക് ചെന്നു. അവിടെ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നല്ലാതെ ലീസിന് കൊടുക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ അതില്ല. പക്ഷേ ഈ ജില്ലയിൽ അതുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വീട് ലീസിനെടുത്തു. ഞങ്ങൾക്ക് അയൽവക്കമായിട്ട് ഒരു വീടാണുള്ളത്. അത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വീടാണ്. പിന്നെ ഇടയ്ക്കുള്ളതൊക്കെ കടകളും മറ്റുമാണ്. തൊട്ടടുത്ത വീട്ടിലെ സജിച്ചേട്ടനാണ് സർക്കാർ ഉദ്യോഗസ്ഥനെന്ന് ഞാൻ പറഞ്ഞത്. ചേച്ചിയുടെ പേര് പ്രഭ. അവർക്ക് 2 പേർക്കും 2 മക്കളുണ്ട്. പക്ഷേ 2 മക്കളും തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത്. വല്ലപ്പോഴും വരും. ഞങ്ങൾ ഇപ്പോൾ ലീസിനെടുത്തിരുന്ന വീട് പണ്ട് ആണുങ്ങൾ മാത്രം താമസിക്കായിരുന്നു. അതുകൊണ്ട് ചേച്ചിക്ക് അവിടെയുള്ള ആളുകളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഇങ്ങോട്ടേക്ക് വന്ന് എന്നോടും ഹസ്ബൻഡിനോടും സംസാരിച്ചു. പിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ അവിടേക്ക് ചെന്നു. ചേച്ചി സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ നെയ്യപ്പോ ചായയൊക്കെ ഞങ്ങൾക്ക് തന്നു. ചേച്ചി നല്ലൊരു പാചക വിദഗ്ധയാണെന്നാണ് സജിച്ചേട്ടൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്നെയും നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കണമെന്ന്. എൻ്റെ ഭർത്താവ് അതിനെ പിന്താങ്ങി. ഇവക്ക് സാമ്പാർ, തോരന്, പിന്നെ കുറേ ഇറച്ചിക്കറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാൻ മാത്രമേ അറിയുള്ളൂ. വെറൈറ്റി ചേച്ചി പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാമല്ലോ എന്ന് ചേച്ചിയും പറഞ്ഞു. ചേച്ചിക്ക് 40 വയസ്സിനൊക്കെ മേലുണ്ടെങ്കിലും കണ്ടാൽ അത്രയൊന്നും പറയുകയില്ല. നല്ല ഫിനിഷിങ്ങുള്ള ഒരു സ്കിന്നും സൗന്ദര്യമൊക്കെയാണ് ചേച്ചിക്കുള്ളത്. ഒരു കുലീനത്വം ചേച്ചിയുടെ സംസാരത്തിലും നടപ്പിലും ഒക്കെ നമുക്ക് കാണാം. എനിക്ക് ഭയങ്കര ഇംപ്രഷനായി. സാധാരണ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളോട് എനിക്ക് കുറച്ച് അസൂയുണ്ട്. പക്ഷേ പ്രഭ ചേച്ചിയോട് എനിക്ക് അത്ര വലിയ അസൂയൊന്നും തോന്നിയില്ല. എന്തോ ഇഷ്ടക്കൂടുതലാണ് തോന്നിയത്. എൻ്റെ മനസ്സിനോട് അവർ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നി. അത്രയും നല്ലൊരു അയൽവാക്ക് കിട്ടിയല്ലോ, അതും സിറ്റിയിൽ. അതോർത്ത് ഞാൻ സന്തോഷിച്ചു. എൻ്റെ ഭർത്താവിനും നല്ല ഇംപ്രഷനാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ ഭർത്താവിനെ പറ്റി എനിക്ക് ഒട്ടും പേടിയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണാനൊക്കെ സുന്ദരനാണെങ്കിലും കാര്യമായ കാര്യങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട് ഒരു സ്ത്രീയും അത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പിച്ച് നിർത്താനുള്ള ഒരു സാഹചര്യമില്ല. കാര്യം ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് സ്നേഹം മാത്രം പോരാ, സംതിങ് വേണം. അതൊന്നും അങ്ങേർക്കില്ല. ഞാൻ തന്നെ വളരെ അഡ്ജസ്റ്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതും വീട്ടുകാരൊക്കെ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചത് കൊണ്ട്, പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള മനസ്സ് എനിക്കുള്ളത് കൊണ്ട്. ഇപ്പോഴത്തെ കാലത്തെ ജനറേഷനിലെ പെണ്ണുങ്ങളാണെങ്കിൽ എടുത്ത് തോട്ടിലേക്ക് ഒരു ഏറ് വെച്ച് കൊടുത്തിട്ട് എവിടെയെങ്കിലും പോകും. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്ത് വേണമെന്നുള്ളത് വ്യക്തമായ ധാരണയുണ്ട്. പണ്ടുള്ള പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ട് എല്ലാം ഓക്കെ എന്നുള്ള മനസ്സ് വേണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ജനറേഷനിലും ഓരോരോ വിപ്ലവങ്ങളല്ലേ മാഡം. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് അപകർഷതാബോധമുള്ള കൂട്ടത്തിലാണ്. എന്നെ ഇത്തിരി പേടിയുമുണ്ട്. ഞാൻ ഇട്ടിട്ട് പോകുമോയെന്ന് ഇടയ്ക്കൊരു സംശയമുണ്ട്. പക്ഷേ ഞാനതിന് മറുപടി ഒന്നും പറയുകയില്ല. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു റീൽ ഓർമ്മ വരുന്നു മാഡം. ഭാര്യയും ഭർത്താവും കൂടെ കാർ നിർത്തി വഴിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഭർത്താവിന് അർജൻറ്റായിട്ട് ഒന്നിന് പോകണം. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ, വഴിയിലോട്ട് അങ്ങോട്ട് മാറി നിൽക്കുക, എന്നിട്ട് കാര്യം സാധിക്കാൻ. അപ്പോൾ ഭർത്താവ് പറയും, അയ്യോ അത് ശരിയാകില്ല, ദേ അപ്പുറത്തൊന്നും ഇപ്പുറത്തും ഒക്കെ വണ്ടി വരും, ആരെങ്കിലും കാണുമെന്ന്. അപ്പോൾ ഭാര്യ ഇങ്ങനെ വെക്കും, എന്ന് വെച്ചിട്ട് പോകും. എന്താടി നീ എന്ന് വെച്ച് എന്ന് പറഞ്ഞ് ഭർത്താവ് പുറകെ ചെല്ലും. അപ്പം കാണികൾക്ക് മനസ്സിലാകുമല്ലോ എന്താ അവർ ഉദ്ദേശിച്ചെന്ന്. ആ റീലിലെ ഭർത്താവിൻ്റെ അവസ്ഥയാണ് എൻ്റെ ഭർത്താവിനും. അതുകൊണ്ട് അങ്ങേരെ എവിടെയെങ്കിലും ചാടിപ്പോകുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. ഇനി ഏതെങ്കിലും പെണ്ണ് വിശ്വസിച്ച് വന്നെന്ന് പറഞ്ഞാലും 10ൻ്റെ അന്ന് അവർ തലയിൽ നിന്ന് ആ കുടം ഇറക്കി വെച്ചിട്ട് കുടമുടച്ച് പൊട്ടിച്ചിട്ട് അങ്ങ് പോകും. ഇപ്പം മാഡത്തിന് എൻ്റെ ജീവിത സാഹചര്യം മനസ്സിലായല്ലോ. ഭർത്താവ് നല്ല സ്നേഹമുള്ള ആളായതുകൊണ്ടും എന്നെ അനുസരിക്കുന്ന ആളായതുകൊണ്ടും ഇന്ന് വരെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. എൻ്റെ വിവാഹ ജീവിതം തീർച്ചയായിട്ടും 100% അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്.
ഒരു ദിവസം ഒരു പബ്ലിക് ഹോളിഡേ ആണ്. പക്ഷേ അന്ന് എൻ്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട്. പുള്ളിക്കാരൻ പോയി. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്നപ്പോഴേക്കും ഏകദേശം 10 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നെ വന്ന് വിളിച്ചു. മോളേടി ഇങ്ങോട്ട് വാടി, നമുക്കിന്ന് കുറച്ച് പലഹാരം ഉണ്ടാക്കാം, നിനക്ക് പഠിക്കുകയും ചെയ്യാമല്ലോ എന്ന്. ആ ഞാൻ വരാം ചേച്ചി. മോനെ ഞാൻ സിനിമാറ്റിക് ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുവിട്ട് വരാമെന്ന് പറഞ്ഞു. അവധി ദിവസങ്ങളിലും ശനിയും ഞായറും അവന് സിനിമാറ്റിക് ഡാൻസ് ക്ലാസ് ഉണ്ട്. നാട്ടിലവൻ പഠിച്ചിരുന്നു. ഇവിടെ വന്നപ്പോഴും ഇവിടെ അടുത്ത് ഒരു ക്ലാസ്സിൽ ചേർത്തു. ഞാൻ അവനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ചേച്ചി പിന്നെയും വിളിച്ചു, പാടി ഇങ്ങോട്ട് പെട്ടെന്ന്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അടുക്കളയിൽ മുറുക്കിനൊക്കെ കുഴിച്ചു വെച്ചിരിക്കുന്നു. ചേട്ടനെ അവിടെ ഒന്നും കണ്ടില്ല. അല്ല ചേച്ചി, ഇന്ന് പബ്ലിക് ഹോളിഡേ ആയിട്ട് സജ്ജനോടെ പോയി. ആ ഇവിടെങ്ങാണ്ട് ഉണ്ടായിരുന്നു, ആർക്കറിയാം. ഇനിയും ടൗണിട്ടെങ്ങാണ്ട് നടക്കാൻ പോയെന്ന് അറിയില്ല. ഇടയ്ക്ക് അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞു. ആ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ജോലി തുടങ്ങി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ ദേ അടുക്കള വാതിൽ വഴി അടുക്കളയിലേക്ക് വന്നു. ചേച്ചി ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിരുന്നു മനുഷ്യ? കുറേ നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പോയി ഷർട്ട് എടുത്തിട്ട് കൊച്ചിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്ക് ഷർട്ട് ഇട്ട് അതിലൂടെ നടക്കാൻ നാണമില്ലേ മനുഷ്യ? ഞാനത് കേട്ട് അമർത്തി ചിരിച്ചു. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത രസം തോന്നി. ചേട്ടൻ എന്നെയും ചേച്ചിയെ നോക്കിയിട്ട് അപ്പുറത്തേക്ക് പോയി. സ്വന്തം മുറിയിലേക്കായിരിക്കും. പിന്നെ ആ ഭാഗത്തേക്ക് കണ്ടില്ല. ഞങ്ങൾ 2-3 കൂട്ടം പലഹാരമുണ്ടാക്കി. ഏകദേശം ഒരു 2 മണിയായപ്പോഴേക്കും അവിടെ നിന്നാണ് ഞാൻ ചോറ് കഴിച്ചത്. കുറച്ച് പലഹാരങ്ങളൊക്കെ എടുത്ത് ഞാനും പുറത്തേക്കിറങ്ങി. ഇനി വീട്ടിൽ ചെന്നത് വെച്ചിട്ട് മോനെ പോയി വിളിച്ചുകൊണ്ട് വരണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ഇറങ്ങാൻ നേരത്തുണ്ട് ചേട്ടൻ ഗേറ്റ് തുറന്ന് കയറി വരുന്നു. അപ്പോഴും ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. ഞാനിപ്പം കുറച്ച് തമാശയോട് ചോദിച്ചു, അല്ല ചേച്ചി പറഞ്ഞിട്ടും ചേട്ടൻ ഷർട്ടൊന്നും എടുത്തിട്ടില്ലേ? ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ വല്ല പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോകും കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ ചിരിച്ചോണ്ട് പറഞ്ഞു, പിന്നെ അവൾ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ അനുസരിക്കാതിരിക്കുകയല്ലേ, എന്നെ ആരും പിടിച്ചോണ്ടൊന്നും പോകില്ല. ഞാൻ ആരെങ്കിലും പിടിച്ചോണ്ട് പോയെങ്കിലേ സംശയമുള്ളൂ. ആ അപ്പം ചേച്ചി സംശയിക്കുന്നത് ശരി തന്നെയാണ്. കൊച്ചു കള്ള എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു, അല്ല ഞാൻ ഷർട്ടിടാൻ നിൽക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഒരു പ്രശ്നവുമില്ല, കാര്യം നീ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് അധികം വരുന്നത്, അല്ലാതെ ആര് വരാനാ എന്ന് പറഞ്ഞ് പുള്ളി അകത്തേക്ക് അങ്ങ് പോയി. എനിക്ക് അതൊരു തമാശയായിട്ട് മാത്രമാണ് തോന്നിയത്. പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണിയായപ്പോഴേക്കും ചേച്ചി വന്നു. ഞാൻ തന്നെയല്ലേ ഉള്ളൂ വീട്ടിൽ. മോനങ്ങ് സ്കൂളിൽ പോയി. പിന്നെ ഹസ്ബൻഡും പോയി. ചേച്ചിയുടെ ഹസ്ബൻഡും പോയി. ചേച്ചി എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചു. എൻ്റെ കൂടെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ സഹായിച്ചു. ഉച്ചയ്ക്ക് ഞാൻ ഭർത്താവിൻ്റെ ഓഫീസിലേക്ക് ചോറ് കൊണ്ട് കൊടുക്കും ചില ദിവസങ്ങളൊക്കെ. അത്ര ദൂരമല്ലേ ഉള്ളൂ, 3-3.5 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് കൊടുക്കാൻ എന്താ എത്ര പാട്? ഒരു പ്രശ്നമില്ല, ഫ്രഷായിട്ട് വെച്ചുകൊണ്ട് കൊടുക്കാമല്ലോ. ഇതൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുമ്പോഴേക്കും, ഇന്നലെ നീ ഗേറ്റിൻ്റെ അവിടെ നിന്ന് സജ്ജനോട് എന്താടി സംസാരിച്ചേ എന്ന് ചോദിച്ചു. അല്ല ചേച്ചി കണ്ടിരുന്നോ? ഞാൻ കണ്ടു. ഞാൻ ജനലിൽ കൂടെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നീ ചേട്ടനും കൂടി എന്തോ സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. ആ ഞാൻ ചോദിച്ചു ചേച്ചി. അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞിട്ടും ഷർട്ട് ഇട്ടില്ലേന്ന്. അപ്പം ചേച്ചി പറഞ്ഞാലൊന്നും ഷർട്ട് ഇടത്തില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ആ അങ്ങേരങ്ങനടി, ഞാൻ പറഞ്ഞാൽ അയാളൊന്നും കേൾക്കില്ല. അങ്ങേർക്ക് വേറെ സ്വഭാവമാണ്. നിന്നോട് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാനങ്ങ് പറയാം. ഒരു ഭാര്യ പോലും ഇങ്ങനൊരു കാര്യം ഒരിക്കലും പറയില്ല. എന്താ ചേച്ചി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യോ സർവത്ര കുഴപ്പം എൻ്റെ മോളെ. അങ്ങേരെ കൊണ്ട് എനിക്ക് ഇരിക്കപ്പുറത്തിയില്ല. അതെന്താ ചേച്ചി? അങ്ങേർക്ക് എപ്പോഴും ആ ഒരു വിചാരം ഓൾറെഡി. ഒരു നേരം അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല. നീ ഇവിടെ വന്നപ്പോഴേക്കും പുള്ളി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. രാവിലെ തന്നെ എന്നോട് ഭയങ്കരമായിട്ടുള്ള ചില അഭ്യർത്ഥനകൾ നടത്തി. എന്ത് അഭ്യർത്ഥന? രാവിലെ അടുക്കളയിൽ നീ റെഡിയായി നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ റെസ്റ്റാണ്, എനിക്ക് യാതൊരു താല്പര്യങ്ങളുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ എന്തൊക്കെയോ പറഞ്ഞടി. അങ്ങനെ പിണങ്ങിയാണ് ഇവിടെ കാണാതിരുന്നത്. ഓ അതാണോ കാര്യം? അത് നല്ല കാര്യമല്ലേ ചേച്ചി. എല്ലാം സ്നേഹം കൊണ്ട് മൂടുന്ന ഒരു ഭർത്താവ്, അങ്ങനെയുള്ളത് ഭാഗ്യമാണ്. എന്നേക്കാൾ എത്രയോ ഭാഗ്യവതിയാണ് ചേച്ചി. അല്ല നിന്റെ ഭർത്താവിനെ കാണാൻ നല്ല ചന്തമുണ്ടല്ലോ, അവനെന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല ചേച്ചി, പക്ഷേ പുറമേ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ അകമയുള്ള ജീവിതം. അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ചേച്ചി പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയാണ് എൻ്റേത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം ഞാൻ സഹിക്കുകയായിരുന്നു. ഇനിയിപ്പോഴും ഞാൻ സഹിച്ചല്ലേ മതിയാകൂ. ഒരിക്കൽ പോലും തെറ്റായ വഴിക്ക് ഒന്ന് ചിന്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാര്യം എൻ്റെ മാന്യത എന്നെ അതിന് അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി മൂക്കത്തെ വിരൽ വെച്ചു. മോളെ, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടടി, ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. ഞാനും കേട്ടുണ്ട് ചേച്ചി. പക്ഷേ ഇവിടത് പറഞ്ഞതിൻ്റെ കാര്യം എന്താ?
എടി പൊട്ടി, ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണുള്ളത്. നിനക്കാണെങ്കിൽ ഒന്നുമില്ലാത്തതിൻ്റെ പ്രശ്നം, എനിക്ക് ഉള്ളത് വളരെ കൂടുതലായതിൻ്റെ പ്രശ്നം. രണ്ടുപേർക്കും ഓരോ പ്രശ്നങ്ങൾ. അതോർത്ത് ഞാനങ്ങ് ചിരിച്ചതാണ്. പോ ചേച്ചി, ചേച്ചിയുടെ കാര്യത്തിൽ അത് ഒരു വരദാനമാണ്. ചേച്ചി ബ്ലെസ്ഡ് ആണ്. എൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് പറയാം. ചേച്ചിയുടെ കാര്യത്തിൽ പ്രശ്നമല്ല, ചേച്ചി ഒരു ഭാഗ്യവതിയാണ്. എടീ, ഇതാണ് ഈ കൺസെപ്റ്റുകൾ തമ്മിലുള്ള പ്രശ്നം. സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നുമോളെ, 24 മണിക്കൂറും ഒരാൾ നിനക്ക് ചോറ് തന്നു കഴിഞ്ഞാൽ നിനക്ക് കഴിക്കാൻ പറ്റുമോ? അതില്ല. എന്ന് പറഞ്ഞപ്പോൾ ഒരവസ്ഥയാണ്. എൻ്റെ പൊന്നുമോളെ, എനിക്കൊന്ന് വിശ്രമിക്കണ്ടേ? അതിന് ഇതുവരെ അങ്ങനെ സമ്മതിക്കില്ല. പിള്ളേരുണ്ടെങ്കിലും വലിയ പ്രശ്നമായിരുന്നു. പിന്നെ പിള്ളേർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം പറയണ്ടല്ലോ. ഇങ്ങനൊരു വിചാരം മാത്രമേ ഉള്ളൂ. ശരിയായിരിക്കും ചേച്ചി, ഞാൻ എൻ്റെ കാര്യം പറയുന്നു. ചേച്ചി ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചിയുടെ പ്രശ്നം ചേച്ചിക്കല്ലേ അറിയൂ. പക്ഷേ നീ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. നിന്റെ പ്രശ്നം വെച്ച് നോക്കുമ്പോഴേക്കും ഞാൻ ഒരു കണക്കിന് നോക്കിയാൽ ഭാഗ്യവതി തന്നെയാണ്. പക്ഷേ ഭാഗ്യം എന്നോ അങ്ങ് കൂടി കുമിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേടി. അതൊക്കെ പോട്ട് മോളെ, ഒന്നുമില്ലെന്ന് പറഞ്ഞാലും അവൻ്റെ ആവേശം എങ്ങനെയുണ്ട്? ആവശ്യത്തിന് ചിലപ്പോൾ ആവേശം കാണും, ചിലപ്പോൾ ആവശ്യവുമില്ല ആവേശവുമില്ല എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നീ 3G ആയെന്നർത്ഥം. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ വല്ല എക്സൈസ് സൗകര്യങ്ങളുണ്ടെങ്കിൽ അതായിരിക്കും മോളെ നല്ലത്. നീ ഇങ്ങോട്ടിങ്ങ് തരിക, ഞാൻ അങ്ങോട്ടങ്ങ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്ക് സമാധാനമാകും എന്ന് തോന്നുന്നു പറഞ്ഞു. ഞാനത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ശരിയാ ചേച്ചി, അങ്ങനെ വല്ല ബാർട്ടർ സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ നന്നായി പോയേനി എന്ന് ഞാനും പറഞ്ഞു. അത് പറഞ്ഞ് ഞങ്ങൾ കുറെ ചിരിച്ചു. പിന്നെ 1-2 ആഴ്ചത്തേക്ക് ചേച്ചി സാധാരണ പോലെ പെരുമാറി. ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. ഒരു ദിവസം ഇതേപോലെ ഞാൻ ചേച്ചിയുടെ അടുക്കളയിൽ നിൽക്കുമ്പോഴേക്കും ചേച്ചി എന്നോട് ചോദിച്ചു, മോളെ, ഞാൻ നാളൊരു തമാശ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഏത് തമാശ ചേച്ചി? ഒത്തിരി തമാശ പറയാറുണ്ടല്ലോ. എക്സ്ചേഞ്ചിൻ്റെ കാര്യം. ചേച്ചി പറഞ്ഞത് ഞാൻ പിന്നീട് ഓർത്ത് ചിരിച്ചിട്ടുണ്ട്. മോളെ, യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഒരിളക്കം തോന്നിയോ? ഒന്ന് പോ ചേച്ചി. ചേച്ചി എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയത്? ഇത്രയും നാളും മരുഭൂമിയിൽ ജീവിച്ചിട്ടും ഞാൻ ഒരിക്കൽ പോലും മരുഭൂമിയിൽ മരിപ്പച്ച് തേടിയിട്ടില്ല. ഇനി ഞാനൊട്ട് തേടുകയുമില്ല. മറ്റൊരു കുടുംബം നശിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല. മറ്റാരെ ചതിക്കുകയും വഞ്ചിക്കുകയൊന്നും ഞാൻ ചെയ്യില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഡയലോഗ് ഞാൻ എങ്ങോ കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് അമ്പലപ്പറമ്പി നാടകം നടക്കുമായിരുന്നു. ആ നാടകത്തിൽ ഞാൻ സ്ഥിരം കേൾക്കുന്നൊരു ഡയലോഗാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളിലും ഇങ്ങനെയുള്ള ചില ഡയലോഗുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചി സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി എന്നെ ഊതുകയാണ്. പിന്നെ നിനക്ക് കാറ്റ് വന്നപ്പോൾ മനസ്സിലായില്ലേ മോളെ? എടി, നീ വെറുതെ എങ്ങനെ ഡ്രാമ ഡയലോഗ് പറയാതെ ഉള്ളത് ചേച്ചി? എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. എങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ചേച്ചി ചോദിക്കാം. നിനക്ക് ഭർത്താവല്ലാതെ വേറൊരാളെ ഇഷ്ടപ്പെട്ടു, പക്ഷേ അങ്ങേർക്ക് ഒരു ഫാമിലിയുണ്ട്. നീ എന്ത് ചെയ്യും? ഞാനൊന്നും ചെയ്യില്ല ചേച്ചി. അത്തരം കാര്യങ്ങൾക്ക് ഞാനില്ല. പക്ഷേ അങ്ങേരുടെ ഭാര്യയ്ക്ക് സമ്മതമാണെങ്കിലോ? ചേച്ചി എന്താ കടങ്കഥ പറയുകയാണോ? അങ്ങനെ സമ്മതമുള്ള ഏത് ഭാര്യയുള്ളത്? സ്വന്തം ഭർത്താവിനോട് അങ്ങനെ ആറ്റിറ്റ്യൂഡ് ആർക്കെങ്കിലും കാണുമോ? അങ്ങനെ ഒരു ഭാര്യ ഈ ലോകത്തിൽ കാണില്ല. അതുകൊണ്ട് പിന്നെ ചേച്ചിയുടെ ചോദ്യത്തിന് ഉത്തരവുമില്ല. അപ്പോൾ ചേച്ചി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ ഉണ്ട്, ഞാനാണ് ആ ഭാര്യ. ചേച്ചി എന്തേ പറഞ്ഞത്? എൻ്റെ മനസ്സ് പരീക്ഷിക്കാൻ വേണ്ടി ചേച്ചി പറയുകയാണ്. മണ്ണാങ്കട്ട, അതിനൊന്നും അല്ലടി. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഇങ്ങേർക്ക് അത്യാർത്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതവിടെ നിൽക്കട്ടെ. എനിക്ക് കിടക്കപ്പൊതയുമില്ല, അതും അവിടെ നിൽക്കട്ടെ. അല്ല, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ചേച്ചി എന്താ ഉദ്ദേശിച്ചത്? എടി മോളെ, ഞാൻ ശരിക്കും പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ എപ്പോഴും സഹിക്കണം. ഇനി നീ ഓർക്കും, ഇങ്ങേർക്ക് എന്നോട് മാത്രമേ ഇങ്ങനെയുള്ള സ്വഭാവ പ്രകടനമുള്ളൂ. ഞാൻ ഒരു ഭാഗ്യവതിയായ ഭാര്യയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. അങ്ങേർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കാൻ വേണ്ടി ഒത്തിരി പണം അങ്ങേര് ചിലവാക്കുന്നുണ്ട്. കഷ്ടിച്ച് മക്കളുടെ പഠനത്തിനും വീട്ടിലേക്കുള്ള ചിലവിനും പൈസ തരും. അതല്ലാതെ 5 പൈസ പോലും സേവ് ചെയ്യാൻ അയാൾ തരില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നല്ലൊരു ജീവിതമായിട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല മോളെ. ലക്ഷക്കണക്കിന് രൂപ അങ്ങേരെ പുറത്ത് ചിലവാക്കി കളയുന്നുണ്ട്. എങ്കിൽ പിന്നെ ചേച്ചിക്ക് പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നാൽ പോരെ? അത് എന്നെക്കൊണ്ട് നടക്കുന്നില്ല. എനിക്കതിനുള്ള കാലിബർ ഇല്ലെന്ന് പറയാം. ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയാണല്ലോ ചേച്ചി. ഇതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? എടി, നിനക്ക് ചെയ്യാൻ പറ്റൂ. നിന്നെ കണ്ടപ്പോൾ മുതൽ പുള്ളിക്ക് നല്ല ഇളക്കമുണ്ട്. ഞാനൊരു ഉഗ്രൻ ഉപാധി നിന്റെ മുന്നിലേക്ക് വെക്കാം. അത് കേൾക്കുമ്പോൾ നീ സ്വീകരിക്കാതിരിക്കില്ല.
ചേച്ചിക്ക് തലയ്ക്ക് വലിയ സൂക്കേടുണ്ടോ? എന്തൊക്കെ ഈ പറഞ്ഞത്? എടി നീ ഒന്ന് കേൾക്ക്. നിനക്ക് ഞാനിവിടെ 2 പഴഞ്ചൊല്ല് പറഞ്ഞു തരാം. ഒന്ന്, അംഗവും കാണാൻ താളിയൊടിക്കാം. മറ്റൊന്ന്, പശുവിൻ്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും. ചേച്ചി എന്നെ വെറുതെ കളിയാക്കി കടങ്കഥ പറയുകയാണോ? കടങ്കഥയൊന്നുമല്ല പറഞ്ഞത്, പഴഞ്ചൊല്ല്. എടി, നിന്റെ കാര്യങ്ങൾ ശരിക്കും നടക്കും. നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും ചേട്ടൻ്റെ സ്വഭാവം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിനക്ക് പണം കിട്ടുകയും ചെയ്യും. ചേച്ചി എന്നെക്കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചത്. എടി, നീ പറഞ്ഞ് കേൾക്ക്. നീ കിട്ടുന്നതിൽ പാതി എനിക്കിതാ, പാതി നീയും എടുക്ക്. എനിക്ക് ഇനിയെങ്കിലും പുറത്തു പോകുന്ന പൈസയിൽ കുറച്ചെങ്കിലും കിട്ടട്ടെടി. എന്നെ ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. അങ്ങേരെ വാരിക്കോരിത്തരും. നീ വിചാരിക്കുന്ന പോലെയല്ല. ഇഷ്ടം പോലെ പണമുണ്ട്. ആ പണം ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അല്ല, 24 മണിക്കൂറും ഇങ്ങോട്ട് വരുന്ന അങ്ങേർക്ക് ചേച്ചി ഇഷ്ടമല്ലേ? എടി അതവേ, ഇതറേ, ഞാൻ ഭാര്യയല്ലേ? അങ്ങേര് വെറുതെ എൻ്റെ നേരം പോക്കാൻ വരികയാണ്. എനിക്ക് തലവേദനയാണ്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. കൂട്ടിലടച്ച് കിളിയെ പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എതിർത്ത് പറയുന്നതേ ഉള്ളൂ. അല്ലാ നോക്കുമ്പോൾ എൻ്റെ ജീവിതം വട്ടപൂജ്യമാ. ഒരു പ്രയോജനമില്ല. എൻ്റെ പൊന്നു മോളല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ നിൽക്ക്. ഞാനങ്ങ് കണ്ണടയ്ക്കും. ഇനി നീ ഇവിടെ വരുമ്പോൾ അങ്ങേര് നിന്നോട് അടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ കണ്ണുമടച്ച് അടുത്തേക്കണം. പക്ഷേ നിനക്ക് ഭർത്താവ് അറിയാതെ കുറേ കടങ്ങളുണ്ടെന്നും അതൊക്കെ വീട്ടാൻ പണം വേണമെന്നും എന്നൊക്കെ നീയും സെൻറ്റിമെൻറ്റ്സ് അടിക്കുക. ചേച്ചി, ഇത്ര അഭിനയിക്കാൻ എന്നെക്കൊണ്ട് കഴിയും തോന്നില്ല. പറ്റുവടി, എല്ലാം നടക്കും. നീ എൻ്റെ കൂടെ ഒന്ന് നിന്നതാ. പുള്ളി നിനക്ക് എത്ര വേണമെങ്കിലും തരും. അതിൽ നിന്ന് പാതി പോട്ട് 25% എനിക്ക് തന്നാൽ മതി. എനിക്കും എൻ്റെ അത്യാവശ്യങ്ങൾക്ക് കുറച്ച് കാശ് മാറ്റി വയ്ക്കാനാണ്. പക്ഷെ നിനക്ക് ഞാനൊരു ഗ്യാരണ്ടി ഉറപ്പ് തരുന്നു. എന്താണോ നീ പറഞ്ഞതില്ലെന്ന് അത് നിനക്ക് എന്നേക്കും ഇനി ഒത്തിരി ഒത്തിരി ധാരാളം കിട്ടും മോളെ. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണഗണങ്ങൾ ഉണ്ട് മോളെ. നിനക്ക് അറിയില്ലാന്ന് പറഞ്ഞ് ചേച്ചി എനിക്ക് കൈകൾ കൊണ്ട് വായുവിൽ കാണിച്ചു തന്നു ഒരു രേഖാചിത്രം. മോളെ പ്ലീസ്, ഇല്ലാത്തത് നിനക്ക് കിട്ടും, എനിക്കും ഇല്ലാത്തത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നീ പ്ലീസ് എൻ്റെ കൂടെ നിൽക്കണം. ഇത് നമ്മൾ 2 പെണ്ണുങ്ങളും തമ്മിലുള്ള ഒരു ഡീലാണ്. എടി, സ്ത്രീകളൊന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ ലോകം തന്നെ മാറ്റിമറിക്കാം. പ്ലീസ് എൻ്റെ കൂടെ നിൽക്ക്. 2-3 ദിവസം നീ ഒന്ന് ആലോചിക്ക്. അത് കഴിഞ്ഞിട്ട് മറുപടി തന്നാൽ മതി. ഇപ്പം മറുപടി പറയല്ലേ മോളെ, ഞാനത് കേൾക്കില്ല എന്ന് പറഞ്ഞ് ചേച്ചി നിർത്തി. എനിക്കിതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങോട്ടോടണോ ഇങ്ങോട്ടോടണോ മുന്നോട്ടോടണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു കണക്കിന് നോക്കുമ്പോൾ ഇഷ്ടങ്ങൾ അവിടെ സാധിക്കപ്പെടും, പണവും കിട്ടും. പക്ഷേ ഭർത്താവെന്ന് പറയുന്ന ആളോടുള്ള വഞ്ചനയുമാകും. എന്ത് ചെയ്യണം എനിക്ക് ഒരു പിടിയുമില്ല. സ്നേഹമുള്ള ഭർത്താവാണ്, പണവും ഒക്കെയുണ്ട്. എങ്കിൽ കൂടിയും എക്സ്ട്രാ കുറച്ച് പണം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ കിട്ടാത്തത് എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഒരാഴ്ചയോളം ഞാനിട്ട് മതിച്ചു. അത് കഴിഞ്ഞ ശേഷം ചേച്ചിയോട് മറുപടി പറഞ്ഞതിന് മുമ്പ് രാത്രിയിൽ ഞാൻ ഭർത്താവിനോട് പ്രഭ ചേച്ചി അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. 24 മണിക്കൂറും ഭർത്താവിന് ഇങ്ങനെയുള്ള തോന്നലാണെന്നും പിന്നെ പ്രഭ ചേച്ചിക്ക് ഒട്ടും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇഷ്ടം പോലെ പണം ഉണ്ടെങ്കിലും അതിന് ഗുണം പ്രഭ ചേച്ചിക്ക് കിട്ടുന്നില്ല. കൂട്ടിലടച്ച് തത്തയെപ്പോലെയാണ് ചേച്ചി. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പുറത്ത് ഒഴുക്കിക്കളയുന്നു. ചേച്ചി പറയുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടായിരുന്നെങ്കിൽ, ചേച്ചിയുമായിട്ട് ഒന്ന് കൊളാബറേറ്റ് ചെയ്തായിരുന്നെങ്കിൽ അങ്ങയുടെ കയ്യിൽ നഷ്ടപ്പെടുന്ന പാതി പണമെങ്കിലും ചേച്ചി ഏറ്റെടുത്തേനെ, ചേച്ചിക്ക് സമ്പാദിക്കാൻ പറ്റിയേനെ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതുവരെ എങ്ങും കേൾക്കാത്ത വിചിത്രമായ കഥയാണല്ലോ മോളെ. അങ്ങനെയാണെങ്കിൽ അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ത്രീയെ ജോലിക്കാരിയാണെന്നോ മറ്റോ ആ വീട്ടിൽ പറഞ്ഞ് അങ്ങനെ നിർത്തിയാൽ പോരെ എന്ന് ചോദിച്ചു. ആ, അത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ചേച്ചിയോട് പറയാം. ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അയ്യോ, എന്നോട് നീ പറഞ്ഞെന്ന് ചേച്ചി അറിയണ്ട. ചേച്ചിക്ക് എൻ്റെ മുഖത്ത് നോക്കാൻ നാണക്കേടാകും. ഓ, അങ്ങനെയൊന്നുമില്ല. ചേച്ചി പാവമ്മ. പക്ഷെ ചേച്ചി തമാശക്ക് എന്നോട് ചോദിക്കാം, എടി നിനക്ക് ഇതൊക്കെ ഒന്ന് ഏറ്റെടുക്കാമോ എന്ന്. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ഞെട്ടി. ആഹാ, അപ്പോൾ നീ കഥ പറഞ്ഞു വന്നത് ഇതാണ്. ആ സ്ത്രീ നിന്നോട് തുറന്ന് ചോദിച്ചല്ലേ? എൻ്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെ ചേച്ചിയുടെ ഒരു പ്ലാനല്ലേ? ഇതൊക്കെ നടക്കുമോ? എന്നോട് പറഞ്ഞപ്പോൾ വെറുതെ ചോദിച്ചതാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വെറുതെ ചോദിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവർ നിന്നെ ഉന്നം വെച്ച് ചോദിച്ചതാണ്. ആ, ഇതിപ്പം പറഞ്ഞതായ കുറ്റം. അപ്പോൾ ഹസ്ബൻഡ് ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് എൻ്റെ കണ്ണുകൾ നോക്കി എന്നോട് ചോദിച്ചു, സത്യം പറയടി, അങ്ങേരെ കാണുമ്പോൾ നിനക്കൊരിളക്കമില്ലേ? അങ്ങേരെ എല്ലാം കൊണ്ടും ഒരു ലക്ഷണം തികഞ്ഞ് ആണല്ലേ?
ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല. നീ ശ്രദ്ധിക്കാറില്ല എടീ, എനിക്ക് നന്നായിട്ടറിയാം. നിനക്കിങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല ആഗ്രഹമുണ്ടെന്നും എന്നെ നീ സഹിച്ച് ജീവിക്കുകയാണെന്നും ഇതും നീയും അവരും കൂടെ ചേർത്ത് എന്നെ മയക്കാനുണ്ടാക്കിയ ഒരു പ്ലാനല്ലേ? നിങ്ങളെ മയക്കിയിട്ട് എനിക്കെന്ത് ചെയ്യാനാ? അല്ല, ഇത് രണ്ട് പെണ്ണുങ്ങളുടെ ബുദ്ധിയിലുണ്ടായ കാര്യമാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അത് അവരുടെ ബുദ്ധിയിലുണ്ടായ കാര്യമാണെന്ന്. അപ്പോൾ ഹസ്ബൻഡ് ഒന്നും മിണ്ടിയില്ല, പിന്നെ തിരിഞ്ഞു കിടന്നു. ഇതോടുകൂടി ഇങ്ങനെ ഈ പ്ലാനും പദ്ധതികളും എല്ലാം കുളമാക്കും. എനിക്കറിയില്ല എന്ത് സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ശരിയാകുന്ന ആളല്ല എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ 2 ദിവസം വരെ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചേയില്ല. അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. ഞാൻ ഒത്തിരി ആലോചിച്ചു. നിങ്ങൾ എന്താലോചിച്ചു? നീ പറഞ്ഞ കാര്യങ്ങൾ അത് നല്ലൊരു ഐഡിയയാണ് മോളെ. ഇത്രയും പണമൊക്കെ അങ്ങേർ വെറുതെ ചിലവാക്കി കളയുമെങ്കിൽ അത് കൊള്ളാടി. അംഗവും കാണാം താളയൊടിക്കാന്ന് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. പാതിപ്പണം ഇങ്ങോട്ട് പോരട്ടെ. പക്ഷേ അത്രയ്ക്ക് പണമൊക്കെ അങ്ങേർക്കുണ്ടോ? പിന്നെ ഉദ്യോഗം മാത്രമല്ല ഏട്ടാ, നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സ്വത്തുക്കളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം തോന്നുന്നുണ്ട്. കാരണം നമുക്കിവിടെ ഒരു വീടൊക്കെ വാങ്ങിക്കേണ്ടേ? അത് വേണം ചേട്ടാ. ഒരു ഫ്ലാറ്റ് ആയാലോ? നല്ലത്. നമ്മുടെ നാട്ടിലെ വസ്തു വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലാറ്റ് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് നല്ലൊരു തുക തന്നെ സംഭരിച്ചാലോ മോളെ? ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നല്ലേ ഞാനും പഴഞ്ചൊല്ലി പഠിച്ചടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടനെ തന്നെ പരീക്ഷിക്കാൻ പറയണോ? പരീക്ഷിക്കാൻ പറയുന്നതല്ല, ഒരു കാര്യത്തിനെങ്കിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം, ഒന്നിച്ച് നിൽക്കണം. ഇനിയിപ്പോൾ നിൻ്റെ ആഗ്രഹങ്ങൾ കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ പ്രശ്നങ്ങൾ എനിക്കും അറിയാമല്ലോ. അതുകൊണ്ട് മോള് കളത്തിലിറങ്ങുമെന്ന് പറഞ്ഞു. എനിക്കത് വലിയ സന്തോഷമായി. ഭർത്താവിന് ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ? പക്ഷെ ചേച്ചിയോട് ഭർത്താവിനോട് സംസാരിച്ച കാര്യങ്ങളൊന്നും പറയില്ലെന്ന് ഭർത്താവ് പറയുകയും ചെയ്തു. ഞാനിത് അനുസരിച്ചു. ചേച്ചിയുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ എനിക്ക് അനുസരിക്കണം തോന്നുന്നു ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ കാര്യങ്ങളിലേക്ക് സമ്മതം മൂളി. പിന്നീട് ചേച്ചി തന്നെ കൂടുതൽ നാൾ കാത്തു നിന്നില്ല. ഭർത്താവിനോട് തുറന്നു പറഞ്ഞു, അവൾക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ നിർത്തുക. അവൾക്ക് പണത്തിൻ്റെ എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട്, കടവും ഇടവും ഒക്കെയുണ്ട്. നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ അവൾ എല്ലാറ്റിനും റെഡിയാണെന്ന് പറഞ്ഞു. പക്ഷെ അവളുടെ ഭർത്താവിന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇനി അവളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് സന്തോഷമായെന്ന് എനിക്ക് തോന്നുന്നു. എത്ര മോളെ നിൻ്റെ കടമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏകദേശം 3 ലക്ഷം രൂപയോളം ഉണ്ടെന്ന്. വെറും 3 ലക്ഷമോ? അതൊക്കെ ഈസിയാണ് എന്ന് പറഞ്ഞ് ഒരു ദിവസം എന്നെ വിളിച്ച് പണമേൽപ്പിച്ചു. ചേച്ചിയപ്പോൾ അടുക്കളയിൽ മീൻ പൊരിക്കുകയായിരുന്നു. പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത് ആ വീട്ടിലെ ഷെൽഫിൽ വെച്ചു. ചേച്ചി എന്നെ കണ്ണു കാണിച്ചു. മോളെ പോയി നന്നായി ഒന്ന് കടുവ വറുത്തിട്ട് വരാൻ പറഞ്ഞു. പിന്നെ മുന്നും പിന്നും ഞാൻ നോക്കിയില്ല. ഞാൻ വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. പലർക്കും അമിതാവേശം ഒരു തലവേദനയായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല. എനിക്ക് അത് ഒരു ഊർജദായകമായിട്ടാണ് തോന്നിയത്. ഒരു പ്രശ്നവുമില്ല. 3-4 മണിക്കൂർ, എത്ര മണിക്കൂർ വേണമെങ്കിലും ആളിപ്പടരാനുള്ള അഗ്നി ഉള്ളിൽ ജ്വലിപ്പിക്കുന്ന ഒരു ജ്വാലയാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അസുലഭമായ ഒരു സൗഭാഗ്യവുമാണ്, കൂടെ പണവും. ഇടയ്ക്കിടയ്ക്ക് എന്നെ സഹായിക്കണേ, എൻ്റെ ഭർത്താവ് ഒരു പിശുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സെൻറ്റിമെൻറ്റ്സ് പറയുകയും ചെയ്തു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് എന്തും ചോദിക്കാം എന്ന് പറഞ്ഞു. ആദ്യം കിട്ടിയതിൽ നിന്ന് ഞാൻ 1 ലക്ഷം എടുത്തുള്ളൂ. 2 ലക്ഷം ചേച്ചിക്ക് കൊടുത്തു. ചേച്ചിക്കൊരു സമ്പാദ്യമാകട്ടെ. ഇപ്പോൾ അംഗം തുടർന്നുകൊണ്ടിരിക്കുന്നു, താളിയും ഒടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കാരനിപ്പോൾ എന്നോട് വലിയ കാര്യമാണ്, വളരെ അറ്റാച്ച്ഡാണ്. ഭർത്താവിനെ പിണക്കാതെ ഞാൻ മുന്നോട്ട് പോകുന്നു. എൻ്റെ ഭർത്താവിന് ഞാൻ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും ചേച്ചിക്കും ഒക്കെ പ്രയോജനങ്ങളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പണം മുടക്കാൻ തയ്യാറായ ഒരാളെ സദാചാരത്തിൻ്റെ പേരിലൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമുക്കല്ലേ മാഡം നഷ്ടം? ഒത്തിരി സന്തോഷത്തിൽ കൂടിയാണ് എൻ്റെ ജീവിതം കടന്നു പോകുന്നത്. ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൽ അയച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് സന്തോഷം കെടുത്തുന്ന വർത്തമാനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ അഡ്ജസ്റ്റ്മെൻ്റ്, അല്ലാതെ എന്താ.